അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായിരുന്നു. അത് പിന്നെ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് കരുതി നമുക്ക് സമാധാനിക്കാമെങ്കിൽ പോലും പ്രാദേശിക വിഷയങ്ങൾ അവിടെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ ഇമ്പാക്റ്റ് കാണുകയും ചെയ്തു. അതായത് 20-ൽ ഒരു സീറ്റ് മാത്രമേ LDF ജയിക്കും, ഒരു സീറ്റ് NDA ജയിക്കും, 18 സീറ്റിൽ UDF 18 സീറ്റ് നിലനിർത്തും. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവും. അത് ഇതിനു മുമ്പത്തെ 19-ലെ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുള്ളത്, 19-ൽ ഇവിടെ ശബരിമല ഒരു വലിയ വൈകാരിക വിഷയമായിട്ടുണ്ടായിരുന്നു. 24-ൽ അങ്ങനെ ഒരു വിഷയമില്ല. എന്നിട്ട് പോലും ഈ 18 സീറ്റ് UDFന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അതേ ഒരു പാറ്റേൺ തന്നെയാണ് കാണുന്നത്. മുനിസിപ്പാലിറ്റികൾ അധികം ജയിക്കുന്നത്, കോർപ്പറേഷനുകൾ അധികം ജയിക്കുന്നത്, ഗ്രാമപഞ്ചായത്തുകൾ അധികം ജയിക്കുന്നത്, ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തുല്യത പാലിക്കുന്ന ഒരു പ്രകടനം UDFൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം LDFന് എതിരായ ഒരു വികാരമുണ്ട് എന്നുള്ളതാണ്. അതേസമയത്ത് തന്നെ BJPയുടെ സ്ഥിതി തീരെ മോശമായിട്ടില്ല. അതായത് UDFന് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് അതിൻ്റെ കുറഞ്ഞൊരംശം LDFൽ നിന്ന് BJPയിലേക്ക് പോയിട്ടുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരമാണ് പ്രധാനം. UDFന് പോസിറ്റീവായിട്ടുള്ള വോട്ടല്ല, LDFന് നെഗറ്റീവായിട്ടുള്ള വോട്ടാണ്. അത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം NDTV നടത്തിയ സർവേയിലും കാണുന്നത്. സർവേ ഇപ്പോൾ ഒരു സർവേ നടത്തിയില്ലെങ്കിൽ നമുക്കറിയാം ഏതാണ്ട് ഈ രീതിയിലാണ് ജനങ്ങളുടെ ഒരു പൾസ് എന്നുള്ളത്. അപ്പോൾ ഒരു ഭരണമാറ്റത്തിന് കളമൊരുക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ ആ ഭരണമാറ്റത്തിൽ നിന്ന് BJPക്ക് എന്ത് പങ്ക് നേടിയെടുക്കാൻ കഴിയും? ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച പോലെ എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് 1-ാം സ്ഥാനത്ത് എത്താൻ പറ്റും? കോട്ടയം എത്ര എണ്ണത്തിൽ 2-ാം സ്ഥാനത്ത് എത്താൻ പറ്റും? എത്ര എണ്ണത്തിൽ ജാമ്യസംഖ്യ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും? കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കപ്പെടും. അപ്പോൾ BJP കേരള രാഷ്ട്രീയത്തിൽ ഒരു മേജർ ഫോഴ്സായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. 1-ാം സ്ഥാനത്ത് UDF, 2-ാം സ്ഥാനത്ത് LDF എന്ന് പറഞ്ഞാലും അങ്ങനെ പ്രത്യേകിച്ച് കൂട്ടുകക്ഷികളൊന്നും ഇല്ലാത്ത, ഘടകകക്ഷികളൊന്നും ഇല്ലാത്ത ദേശീയ ജനാധിപത്യ സഖ്യം, അതിലെ BJPയും BDJSും പിന്നെ വളരെ മൈനറായിട്ടുള്ള ചില പാർട്ടികളും മാത്രം. പക്ഷെ അവർ ഒരു നിർണായക ശക്തിയായിട്ട് മാറുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 19%-ലധികം 20% വോട്ട് കേരളത്തിൽ BJPക്ക് കിട്ടുന്നതാണ് NDTVയുടെ സർവേ പറയുന്നത്. അതെ. അത് നമുക്ക് പാടെ തള്ളിക്കളയാൻ കഴിയില്ല. എന്ന് വെച്ച് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരേ നിരക്കിൽ BJPക്ക് 20% ആയിരിക്കും എന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചില മണ്ഡലങ്ങളിൽ 25% അതിൽ കൂടുതലോ കിട്ടാം. പല മണ്ഡലങ്ങളിലും അത് 10%-ലേക്കോ 8%-ലേക്കോ താഴാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എങ്കിൽ പോലും ഈ 19%-ലധികം അല്ലെങ്കിൽ 20%-ന് തൊട്ട് താഴെ വോട്ട് BJPക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് എങ്ങനെയായിരിക്കും അതിൻ്റെ രാഷ്ട്രീയമായ അടിയൊഴുക്കുകൾ, അതിൻ്റെ രാഷ്ട്രീയമായ അന്തർധാര എങ്ങനെയായിരിക്കും, എവിടെ നിന്നാണ് വോട്ട് പിടിക്കുക, എവിടേക്കാണ് വോട്ട് പോകുക, അത് ഏത് മുന്നണിയെ കൂടുതലായിട്ട് ബാധിക്കും അല്ലെങ്കിൽ ഏത് പാർട്ടിയെ കൂടുതലായിട്ട് ബാധിക്കും എന്ന വിഷയമൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അത് അതിനെക്കുറിച്ചൊരു അന്തിമ തീരുമാനത്തിലെത്താൻ നമുക്ക് സമയമായിട്ടില്ല.